ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ദേവസിൻ്റെ കൈയിൻ്റെയും കാലിൻ്റെയും ഇംപ്രഷൻ എടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല്ലിൻ്റെ ഇംപ്രഷൻ എടുക്കുന്ന ഒരു മെറ്റീരിയലാണ് ക്രോമാറ്റിക് ആൽജിനേറ്റ് ഇംപ്രഷൻ മെറ്റീരിയൽ. അപ്പോൾ ഇത് കുട്ടിയുടെ കൈക്കോ കാലിനോ ഒന്നും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം നമുക്കിതൊരു ഡെൻ്റൽ മെക്കാനിക്കാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് 400 സംതിങ് രൂപയാണ് വരുന്നത്. നമ്മളിത് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ അത് പല്ലിൻ്റെ ഇംപ്രഷൻ എടുക്കാനുള്ള ഒരു മെഷർമെൻറ്റാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സെറ്റിങ് പെട്ടെന്ന് സെറ്റാവും, ടൈമൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ സെറ്റാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനൊരു ബീറ്റർ ആവശ്യമുണ്ട്. കാരണം പെട്ടെന്ന് സെറ്റാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങൾ എടുക്കുന്ന മിഠായി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ 10 സ്പൂണോളം പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം നന്നായിട്ട് വേണം. അത് കളർ ചേഞ്ച് ആവുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പിങ്ക് കളറായിരിക്കും ഉണ്ടാവുക. അത് പതുക്കെ യെല്ലോ കളറാവും. ആ സമയത്ത് പെട്ടെന്ന് സെറ്റ് ആവാനായിട്ട് തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴത്തേനും നമ്മൾ കൈ ഇതിൽ മുക്കി വെക്കണം. ലൈറ്റ് യെല്ലോ കളർ വന്നിട്ടുണ്ട്, നമുക്ക് കൈ വെക്കാം. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കണം സെറ്റായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ദേവസ്ത ഇങ്ങനെ അനങ്ങാതിരുന്ന് തരികയാണ്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് വേണം വെക്കാൻ. എന്നാലും നല്ല സ്മൂത്തായിട്ട് കൈ ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ ദാ സെറ്റായിട്ടുണ്ട്. ദേവസിൻ്റെ കൈ തിരിച്ചെടുക്കുകയാണ്. ദേവസിൻ്റെ വലത്തെ കൈയുടെ ഇംപ്രഷൻ എടുത്തു കഴിഞ്ഞു. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ ഇംപ്രഷൻ എടുത്ത് വെക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നത് ഞാനിത് വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതേ പ്രോസസ്സിൽ തന്നെ 2 കൈയും 2 കാലും നമ്മൾ എടുക്കുകയാണ്. ഇനി നമുക്ക് കാലിൻ്റെ ഇംപ്രഷനും കൂടി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ 2 പേരും മാത്രം പോരാ. കാരണം കുട്ടീനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ആരെങ്കിലും ഉണ്ടാവണം, എന്നാലേ കുട്ടി അടങ്ങി ഒതുങ്ങി ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉള്ള ഒരു ദിവസമായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ ചെയ്തത്. ഇത് ഞങ്ങളുടെ അമ്മായിയാണ്, ഏട്ടൻ, പിന്നെ വീഡിയോ എടുക്കുന്ന ആളെ ലാസ്റ്റ് കാണാം. അപ്പോൾ കാലും സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വൈറ്റ് സിമൻ്റ് ആണ്. അത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നന്നാവും. ബബിൾസ് ഉണ്ടെങ്കിൽ, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 12 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞങ്ങളിത് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എടുത്തത്.
ദേവസിൻ്റെ കൈയിൻ്റെ കാലിൻ്റെ ഇംപ്രഷൻ എന്താ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫിനിഷിങ് കുറവാണ്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ദേവസിൻ്റെ പാപ്പൻ. ദ ഗോൾഡൻ കളർ അടിക്കുകയാണ്, പെയിൻറ്റ് ചെയ്യാണ്. അദ്ദേഹം തന്നെയാണ് ആദ്യമേ വീഡിയോ എടുത്തതും. ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.